ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെയായിരുന്നു റായ് ബറേലി, അതുപോലെ ലാലു പ്രസാദിൻ്റെ കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലം, അട്ടിപ്പാറായി കുത്തക ഏറ്റ മണ്ഡലമാണ് രാഘോപൂർ. എപ്പോഴും അവർ ആരെ കൊണ്ട് രാബ്രി ദേവി ആയാലും ലാലു പ്രസാദ് യാദവ് ഈസിയായിട്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. നോമിനേഷൻ കൊടുത്തിട്ട് അവരങ്ങ് പോവും, ജനങ്ങൾ ജയിപ്പിച്ചോളും. പക്ഷേ ഇക്കുറി വല്ലാതെ വിയർത്തു തേജസ്വി യാദവ് അവിടെ നിന്നൊന്ന് കരകയറാൻ വേണ്ടി. അവസാന നിമിഷം വരെ അദ്ദേഹം ട്രെയിലിംഗ് ആയിരുന്നു, പിന്നിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് സതീഷ് കുമാർ, BJPയുടെ സതീഷ് കുമാറിനോട് അദ്ദേഹം ജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തേജസ്വി യാദവിൻ്റെ പെരുമാറ്റത്തിൽ അതിൻ്റെ പ്രതിഫലനമുണ്ട്. മിണ്ടിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. RJD നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തോറ്റതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നില്ല, ഞങ്ങൾ ജനസേവനം തുടരും. എവിടെ ജനസേവനം തുടരാനാ? നിങ്ങളെ തിരസ്കരിച്ച് കഴിഞ്ഞു ജനങ്ങൾ, ബീഹാറിലെ ജനങ്ങൾ. മുസ്ലിം ബെൽറ്റിൽ അതുപോലെ യാദവ ബെൽറ്റിൽ എല്ലാം മുന്നേറിയിരിക്കുന്നത് NDA മുന്നണിയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തായാലും ഇപ്പോൾ സംഭവിക്കാൻ ഇമ്മീഡിയറ്റായിട്ട് സാധ്യതയുള്ള കാര്യം, രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തേജസ്വി യാദവ് അദ്ദേഹത്തിന് പ്രതിഭ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കും. പണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവിടെ ഒരു പരാന്ന ജീവിയായിരിക്കുക. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ, പാരസൈറ്റ് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള പോഷകങ്ങളും രക്തവും ഒക്കെ വലിച്ചെടുക്കും. എന്നിട്ട് ക്രമേണ നിങ്ങളെ ശോഷിപ്പിച്ച് നിങ്ങളെ കൊല്ലുകയും ചെയ്യും. പാരസൈറ്റിൻ്റെ ധർമ്മം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന പാരസൈറ്റുകൾ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ, അങ്ങനെ നമ്മളെ കാർന്നു തന്നുന്ന ഒന്നായിട്ട് പാരസൈറ്റ് പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയ പ്രഭാവത്തോടു കൂടി ജയിച്ചുകൊണ്ടിരുന്ന RJDയെ ഇപ്പോൾ നിഷ്പ്രഭമാക്കി ഇല്ലാതാക്കി ഒന്നാണ് കോൺഗ്രസ് എന്ന് പറയും. അപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം തങ്ങൾക്ക് കുഴപ്പമായെന്ന് ഇപ്പോൾ RJD തിരിച്ചറിയും. എന്ന് പറയുന്നത് പോലെ AAP അത് തിരിച്ചറിഞ്ഞു നേരത്തെ തന്നെ, തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഇന്ത്യയുടെ പേരിട്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടി എല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് BJPയെ തറപറ്റിക്കാൻ രൂപീകരിച്ച ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമല്ലേ? ഈ ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ വർഷങ്ങളോളം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വളർന്നു വന്നത് ബീഹാറാണ്. ബീഹാറിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പിന്നീട് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മൂവ്മെൻറ്റ്, ഇതെല്ലാം കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തിലെ ജനാധിപത്യ ധ്വംസനത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിൻ്റെയും പ്രക്ഷോഭങ്ങളുടെയും മണ്ണായി ബീഹാർ മാറി. ആ കാലഘട്ടം JPയുടെ മൂവ്മെൻറ്റ്, കർപ്പൂരി താക്കൂർ, ആ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അന്ന് യുവാക്കളായി ഉണ്ടായിരുന്നവരാണ് ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും പിന്നീട് BJPയുടെ നേതാക്കന്മാരായിരുന്ന സുശീൽ കുമാർ മോഡി അടക്കമുള്ള നേതാക്കന്മാർ. ഒരു ഘട്ടത്തിൽ ആ മൂവ്മെൻറ്റിൻ്റെ ശക്തരായ യുവ നേതൃത്വമായിരുന്നു. പിന്നീട് അവർ ബീഹാർ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതാക്കന്മാരായി മാറുകയും അതിനെ നയിക്കുന്ന ആളുകളായി മാറുകയും ചെയ്തു. പിന്നെ ബീഹാറിൽ കാണുന്നത്, ലാലു പ്രസാദ് യാദവിന് അധികാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം വലിയ അഴിമതിയുടെ, കോൺഗ്രസിനേക്കാൾ വലിയ അഴിമതിയുടെ മുഖമായി മാറി. കുടുംബാധിപത്യത്തെക്കാൾ വലുതാണ് ലാലുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള അഴിമതിയുടെ ആരോപണങ്ങൾ, കുംഭകോണങ്ങൾ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബീഹാറിലെ ജനങ്ങൾ കോൺഗ്രസിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണെങ്കിലും പിന്നീട് ശ്രീ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണെങ്കിലും ഒക്കെ അവർ ജനാധികാരം കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന ആളുകൾ. അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി പൂർണ്ണമായും തന്നെ ഒരു പക്ഷേ ഒരു അഴിമതിയുടെ മുഖമുള്ള പാർട്ടിയായി ആ സംസ്ഥാനത്ത് അറിയപ്പെടും. പക്ഷെ അവർക്ക് താഴെത്തട്ടിൽ വേരോട്ടം അപ്പോഴും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി നിൽക്കാനും ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ 20 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ പ്രസ്ഥാനം RJD തന്നെയായിരുന്നു. നിയമസഭാ സീറ്റുകളിൽ തൊട്ട് താഴെയാണ് BJP ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ ഒറ്റ കക്ഷി അവർ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് കാണുന്നത്
രാഷ്ട്രീയത്തിലെ ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ തങ്ങൾ എതിർത്തിരുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് വന്ന് ഒരു BJP വിരുദ്ധ നിതീഷ് കുമാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറി എന്നുള്ളതാണ്. മഹാഗഡ്ബന്ധൻ വന്ന സമയത്ത് അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, അത് കേന്ദ്രവിരുദ്ധ അജണ്ടയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ്. നിതീഷ് കുമാർ അവിടെ ഒരു ഭരണകർത്താവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നൊരു ആരോപണമോ കുടുംബാധിപത്യമോ ഒന്നും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമായി ഉയർന്നു വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് വച്ച പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയോടുകൂടി വലിയ വികസന പദ്ധതികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി ബീഹാറിനെ മാറ്റി. ഇതിലേക്ക് വന്ന ഒരു പിളർപ്പുണ്ടാകുമോ? അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ മിഷനിൽ ഇന്ത്യ മുന്നണി അമ്പയെ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാനതിലേക്കാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിനോടും അതിൻ്റെ വികസന പദ്ധതികളോടും എപ്പോഴെങ്കിലും ഒരു സത്യസന്ധത പുലർത്തണം. ഇവർക്കത് കഴിയുന്നില്ല. എപ്പോഴും ഉയർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, ജനങ്ങൾക്കൊരു പ്രയോജനവുമില്ലാത്ത, അതേസമയം തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന, ഒരു തരത്തിലും ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങളും വിശകലനങ്ങളും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണത്തിന് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, വോട്ടർ പട്ടികയുമായി ഉയർത്തിയ വിഷയം, അത് പരാജയപ്പെട്ടു. അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി പോലും കോൺഗ്രസ് ഉയർത്തിയ ആരോപണത്തെ ഏറ്റെടുത്തില്ല. ഇനി മറ്റൊന്ന്, അവരുടെ റാലിയിൽ പോയിരുന്നു, അവരുടെ മഹാറാലിയിൽ പോയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവർ ഏറ്റെടുത്ത പ്രചരണത്തിൻ്റെ ഭാഗമായില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബീഹാറിൽ കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ അതൊന്നും താഴെത്തട്ടിലേക്ക്. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുക, പ്രേക്ഷകർക്കും കൂടി രസിക്കാനുള്ള നല്ല ഒന്നാം തരം ഒരു ഹെഡ്ലൈൻ അത് മംഗളം പത്രം കൊടുത്തു. അത് ഇതാണ്, അതായത് വോട്ട് ചോരി പരാജയപ്പെട്ടു, വോട്ട് വാരി ജയിച്ചു. സത്യമല്ലേ? 100%. ഇപ്പോൾ ജനങ്ങൾക്കിടെ നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു, നിങ്ങളുടെ വോട്ടുകൾ കളവായി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? വോട്ടറായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ അയാൾ സ്വയം ബോധ്യപ്പെടുകയല്ലേ, എൻ്റെ വോട്ട് പോയിട്ടില്ല, എൻ്റെ വോട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്യാലോ തെരഞ്ഞെടുപ്പിൽ. ഈ പോളിംഗിൽ റെക്കോർഡ് പോളിംഗ് ഇപ്പോൾ 60% താഴെ നിന്നിരുന്ന ബീഹാറിൻ്റെ വോട്ട് പെർസെൻറ്റേജ് 70-ലേക്ക് കടന്നു ടോട്ടൽ. അത് പോകട്ടെ, 60%, 61% ഉണ്ടായിരുന്ന സ്ത്രീ വോട്ടർമാർ, അതാണ് പ്രത്യേകമായി കാണേണ്ടത്, 72%-ലേക്ക് മാറി. സ്വപ്നതുല്യമായിട്ടുള്ള വളർച്ചയാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായത്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി 10% വോട്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വോട്ട് ചോരിയല്ല ഉണ്ടായത്, ഹൃദയം കവർന്ന ആളുകൾ, ജനങ്ങളോടൊപ്പമുള്ള ആളുകൾക്ക് വേണ്ടി ചോരിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന, വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് നേരിട്ട് അനുഭവം അവരുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാവാം, അവർക്ക് കിട്ടുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ജനത്തിനെ സംബന്ധിച്ച് ബീഹാറിലെ ജനത ഒരു വലിയ വികസനത്തിൻ്റെ പാത കാണുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർ കേൾക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമെല്ലാം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. ഇപ്പോൾ ഒന്നുകിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ഒരു വിഷയത്തെ അവരുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അതിൽ ജനശ്രദ്ധയുണ്ടാകണം. ഇത് രണ്ടും ഉണ്ടായില്ല. അവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് വോട്ടാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അതവർക്ക് കിട്ടി, ജനങ്ങൾ വോട്ട് ചെയ്തു, വലിയ തരത്തിൽ വന്ന് വോട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇനി നിലനിൽക്കില്ല, തകർച്ചയല്ല, ഇല്ലാതെയാവുകയാണ്. തകർച്ച എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അവശിഷ്ടം ഉണ്ടാവും. ഇവർ വാനിഷായി പോവാന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ആവിയായി അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതെയാകുന്ന. ചേർത്ത് ചോദിക്കാനുള്ളത് ഇതിലെ കക്ഷിയായ കോൺഗ്രസ് തന്നെ, കോൺഗ്രസിന് അകത്ത് തന്നെ ഇപ്പോൾ മുതിർന്നവരുടെ ശബ്ദം, അശോക് ഗെഹ്ലോട്ട് എതിർത്ത് വന്നു, ശശി തരൂർ ആൾറെഡി അവിടെ പ്രചാരണത്തിന് പോയവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന നേതാക്കളെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണെന്ന് പല കോൺഗ്രസ് സീനിയർ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ നേതൃത്വം പറയുന്ന നേതാക്കൾ വിശകലനം നടത്തി പറയുന്ന ഒരു വിഷയത്തെ
ബീഹാറിൽ കേട്ടില്ല എന്നുള്ളത് പോട്ടെ, ബീഹാർ ജനതയെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ലല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകല്ലേ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 6 മാസം കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ശശി തരൂർ അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാത്ത ആളുകൾ, അതിന് തിരസ്കരിക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും. അതെ, കേരളത്തിൽ എന്താ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഒരു സീനിയർ ജൂനിയർ എന്നുള്ള ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. അധികാരം മാത്രമാണ്. അശോക് ഗെഹ്ലോട്ട് പരസ്യമായിട്ട് പറഞ്ഞു വോട്ട് ചോരി, ക്യാ വോട്ട് ചോരി, അദ്ദേഹം മനം കവർന്നു, ദിൽ ചോരി ഹൈ, നിതീഷ് കുമാർ ദിൽ ചോരി ഹൈ എന്നാണ് പറഞ്ഞത്. അധികാരം എന്നുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പരക്കം പായിക്കാൻ, അതെ അതെ, അതിനുവേണ്ടി പരക്കം പായിക്കാൻ. ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, മുഖ്യമന്ത്രിയാവാൻ ആരാണ് എന്ന് ഒരു ഡസൻ ആളുകൾ വന്നുകൊണ്ട് തങ്ങളാണ്, ഞാനാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറുകയാണ്. അത് രാഷ്ട്രീയത്തിൽ തെറ്റല്ല, എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നൊരു നേതാവ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യമുണ്ടാവണ്ടേ, ജനങ്ങൾ അംഗീകരിക്കണ്ടേ, അതെ, വോട്ട് കിട്ടണ്ടേ, അതെ, വികസന പദ്ധതികളുടെ ഭാഗമായി നിൽക്കണ്ടേ. നിരന്തരമായ കളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അത് തന്നെയാണ് പ്രശ്നം. ആ നിരന്തരമായ കളവുകളെ ബീഹാറിലെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഘടകകക്ഷികളും കോൺഗ്രസിൻ്റെ ഈ കള്ളങ്ങൾ തിരസ്കരിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നത് ഒന്ന് ആവിയായി തീരുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്, സകല പ്രതീക്ഷകളുമുള്ള കോൺഗ്രസും ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി നരേന്ദ്രമോദിയുടെ പറഞ്ഞ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണിപ്പോൾ എന്ന് നമുക്ക് ഉപസംഹരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.